അപ്പോൾ ഹലോ ഗെയിമേഴ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നലെ ഇവിടെ ചേർന്നിട്ട് നമുക്കൊരു മൈനിങ് ഏരിയ ഒക്കെ സെറ്റാക്കണം. അത് ഈ വീഡിയോ പറ്റുമെന്നറിയില്ല. ഏതായാലും ഈ വീഡിയോ പറ്റിയെങ്കിൽ അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും ചെയ്യണം. ഇവിടെ ഇച്ചിരി ഇവിടെ ഇങ്ങനെ എടുക്കണം, ബോറായി പോവാം. കയ്യിലുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. ഇത്ര ആയിട്ട് തന്നെ ഇച്ചിരി കൊള്ളാം. നമുക്ക് അവിടെ ഒരു മൈനിങ് ഏരിയ സെറ്റാണ്. അപ്പോൾ കഴിഞ്ഞ ഇടയിൽ ഇവിടെ ഞാൻ ഇച്ചിരി പ്ലെയിനൊക്കെ ആക്കി ഇട്ടായിരുന്നു. പൊട്ടി പറഞ്ഞൊരു സിമ്പിൾ ഡിസൈനൊക്കെ ആയിരിക്കും. അത്രയും കൊടുക്കണ്ട. ഒരു ഇച്ചിരി ആരും പോകണം, അത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ പിന്നെ ഒരു ചെറിയ ഡിസൈനൊക്കെ കൊടുക്കാൻ വേണം. കൊടുക്കാതെ മൈനിങ് ഏരിയയ്ക്ക് വേണ്ട അതിൻ്റെ ഒരു ഇത് ഏത് അത് എന്നിട്ട് എനിക്ക് എൻ്റെ ഫേവറേറ്റ് വുഡ് സ്പ്രൂസാണ്. എനിക്ക് അതാണ് ഇഷ്ടം. നല്ല വുഡല്ലേ ഗൈസ്, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വുഡ് അതാണ്. പിന്നെ ഒരു 4 സാപ്ലിങ് നട്ട അത്യാവശ്യം ഉണ്ടാവും. പിന്നെ ജംഗിൾ വുഡ് എനിക്കിഷ്ടമാണ്. എനിക്ക് അങ്ങനത്തെ വുഡൊക്കെയാണ് ഇഷ്ടമുള്ളൂ. അല്ലാണ്ട് ചുമ്മാ ഈ ഓക്കിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇതായിപ്പാവും. ചുമ്മാ വെറുതെ ഇതുകളെ ചുമ്മാ ഒരു ഇച്ചിരി ബോണിലൊക്കെ ഉണ്ടാകുന്ന ഇഷ്ടമായൊരു വുഡ് ഒപ്പിക്കാം. പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഓക്കെന്ന് പറഞ്ഞാൽ ഒറ്റ മരത്തിൽ കൂടി പോയാൽ 5-6 ഇതൊക്കെ ഉണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ല. ഫാസ്റ്റ് സ്ക്രൂസാണ്, അവിടെ കുറേ ഉണ്ടാവും. ഇതൊരു ഭയങ്കര സിമ്പിൾ ഡിസൈൻ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് കമൻറ്റ് ചെയ്യണം. അല്ലാതെ ഈ ഊളൊക്കെ എങ്ങനെ ഉണ്ടാവും. ചുമ്മാ ഊളാൻ നോക്കാം. സിമ്പിൾ ഡിസൈനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോഴല്ലേ ഒരു കാർപ്പറ്റ് ഉണ്ടാക്കണം. ഇതിൻ്റെ മേളോട്ട് ഉള്ളോട്ട് വരാൻ സിമ്പിളാണ്. പരിപാടിയാണ്. ഇവിടെ ഇങ്ങനെ കുഞ്ഞാണോ നേരെയാക്കാം. ഷിയർ താട്ടെ, ഷിയറോട്ടെ ഊള് താട്ടെ. പക്ഷേ കൊള്ളൂരാടെ ഇപ്പോൾ ഇത് താൽക്കാലികമായിട്ട് ഇതാണ് കേട്ടോ. ചിലപ്പോൾ നമ്മളൊരു ഇച്ചിരികളൊക്കെ കഴിയുമ്പോൾ ഒരു വലിയ മൈനിങ് ഏരിയ വേറെ ഏതെങ്കിലും കേവിലൊക്കെ പോയി സെറ്റ് ചെയ്യണം. നിങ്ങൾ പറയണ ഏരിയ അനുസരിച്ച് ഓടാൻ പറ്റാം. ക്രാഫ്റ്റ് ടേബിൾ ഇവിടെയാണ്. ഭയങ്കര സിമ്പിൾ ഡിസൈൻ ആയിട്ടുണ്ട്. എനിക്ക് സിമ്പിൾ ഡിസൈൻ ഇഷ്ടം. അതാണ് മറ്റുള്ളവർക്ക് കണ്ടു ചെയ്യാനും പറ്റും. അങ്ങനെ അവർക്ക് ഒരു സന്തോഷം കിട്ടിക്കോളൂല്ലോ. ഒരു സ്ലാബ് ഉണ്ടാക്കണം. ധാരാളം ഓൾറെഡി കഴിഞ്ഞ സ്ലാബ് ഉണ്ടായിരുന്നു. അത് കുറഞ്ഞു ഇച്ചിരി കൂടെ വേണം. മതിയാവും എന്നാണ് വിശ്വാസം.
എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു മേൽക്കൂര സ്ലാബ് കൊണ്ട് പണിയാണ്. അതിന് അത്ര വലിയ ഡിസൈനൊന്നും ഇല്ല. ഒരു സിമ്പിൾ മേൽക്കൂര അത്രയൊക്കെ മതി. റെഡി വലിയ ഡിസൈനൊക്കെ അതൊക്കെ വലിയ പ്രോകളൊക്കെ ആക്കിയോളൂ. ശ്രുതിനെ കണ്ടു പഠിക്കണം. എത്ര കഷ്ടപ്പെട്ട് എന്തെല്ലാം ഡിസൈൻ ഉണ്ടാക്കണേ. നല്ല പ്രോ പ്ലെയർ. മൈൻക്രാഫ്റ്റ് കോഡ് സുധീന അതിൽ ആവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും എല്ലാവർക്കും. എല്ലാ മൈൻക്രാഫ്റ്റ് വയസ്സിനും ഉണ്ടാവും. സുധീനെ പോലെ ഉണ്ടാക്കണം എന്നും ഉണ്ടാവും. പുള്ളിക്കാരൻ്റെ ഫേസ് റിവീലൊന്നും ചെയ്യല്ല പുള്ളിക്കാരൻ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷെ തുടങ്ങി തന്നെ ചെയ്യണം. വീഡിയോയ്ക്ക് ഉറപ്പാണ് നല്ല വ്യൂസ് ഉണ്ടാവും സുധിയുടെ ഫേസ് റിവീലിന്. എപ്പോഴും തന്നെ പറയുക. ഗൈസ് ഒരു ചെറിയ മൈൻ ഏരിയ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കിടന്നുറങ്ങിയിട്ട് ബാക്കി മൈൻ ചെയ്യാം. ഗൈസ് നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ആക്ഷൻസ് ആൻഡ് സ്റ്റഫിൻ്റെ ഒരു ലെറ്റ്സ് പ്ലേ തുടങ്ങാം. പക്ഷെ ഈ ഗ്രാസിനൊന്നും ഇത് തുടക്കൂല കേട്ടോ. ഈ ടെക്സ്ചർ പാക്ക് എനിക്ക് ഗ്രാസിന് ഓരോന്നും തുടങ്ങാൻ ഇഷ്ടമില്ല. മിക്ക സ്ഥലത്തോടെ മഴയൊക്കെയാണ്. അപ്പം എല്ലാവരും ബി കെയർഫുൾ. പുഴയൊന്നും പോകരുതിട്ടോ. അങ്ങനെ ആര് കേൾക്കാം ഇതൊക്കെ പറഞ്ഞിട്ട്. ടോർച്ച് എന്തോരം പോവോ അത്രയും മൈൻഡ് ചെയ്യണോ ഈ എക്സും. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കോളൊക്കെ കണ്ടുപിടിച്ച് നമുക്കെല്ലാം സെറ്റാക്കാം. അയ്യോ അതിന് ഡിസൈൻ്റെ പണി കഴിഞ്ഞില്ല. കുറേ എങ്ങനെയാ നല്ലോണം നോക്കിയല്ലോ. കൊള്ളാൻ കുഴപ്പമില്ല. ആവറേജ് അപ്പം നല്ലതാണ്. കമൻറ്റ് ചെയ്യണം. ഞാൻ സിമ്പിൾ മൈനൊക്കെ സെറ്റാക്കി. നല്ലതാണ്. നല്ലത് നല്ല കൊള്ളൂല അങ്ങനെ ഡെയിലി കിട്ടും. എനിക്ക് ഒരു കുഴപ്പമില്ല. ഈ പിക്കാക്സ് ഉപയോഗിക്കണം. ലാപ്പിസോ ഇത് ഈ വൈകുന്നേരമുള്ള ലാപ്പിസിന് കുറച്ചുകൂടെ ലാപ്പിസൊക്കെ കിട്ടുമോ? അതല്ല ഞാൻ ചെയ്തതിൻ്റെ വല്ല കുഴപ്പമുണ്ടോ? അത് ഈ കഥയിൽ ഭയങ്കര കുയിലെല്ലാം പോയാണ് ഇരിക്കണേ. ഇവരാവട്ടെ ഇപ്പം കിട്ടിയത് ഇതേമാതിരി ഒരു ഡയമണ്ട് കിട്ടണത്ര നന്നായിരിക്കും.
ഒരു പ്രാവശ്യം അങ്ങനെ കുറേ കിട്ടണത് ഇഷ്ടമാണ് ഗൈസ്. തീരില്ല, പിന്നെ കണ്ടാലത് മൈൻഡ് ചെയ്തിരിക്കാനും പറ്റില്ല. അതൊരു ഇവിടെ നിന്ന് സൈഡൊക്കെ ഒന്ന് മാറ്റാം. ഡയണും കിട്ടിയില്ല, ലാപ്പിസറ് കിട്ടി. ഏറ്റവും അടിയിലുള്ള സാധനം ഒരു അയൺ കിട്ടിയില്ല. അതെന്ത് കഷ്ടമാണ്. അതിനൊക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുന്ന ആൾക്കാരാണ് കമൻറ്റ് ചെയ്യണേ. അയൺ അയൺ അത് പിക്കാക്സ് പൊട്ടണ അതിലാണ് മൈൻഡ് ചെയ്യുന്നത്. വണ്ടിയുടെ സൗണ്ടാണ്. ഒരു അയം പോലും കിട്ടുള്ള വയസ്സിൻ്റെ അണക്കാന്ന് എനിക്കിത് ലാപ്പിസ് കിട്ടി. ഈ ലാപ്പിസ് എങ്ങനെ കിട്ടിയത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അത് എനിക്ക് മനസ്സിലാവണ്ട. നല്ല കുഴിയാണ്. ആരെങ്കിലും കൊണ്ടുവന്ന് വെച്ചാണോ? സർവറല്ലേ, പറയാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും കിട്ടണേ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാവേ ഗൈസ്. അപ്പോൾ ഞങ്ങൾ മൈൻഡ് ചെയ്തു പോയി. ഇപ്പോൾ ഒരു കേവ് ഇവിടെ വിളി. ഇപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ഒരു കേവ്. അത് ഇപ്പം നിങ്ങൾ കുറച്ച് വീഡിയോ കാണുമ്പോഴല്ലേ കുറച്ച് എത്തുമ്പോൾ ഒരു സ്റ്റെക്ക് ഉണ്ടാവും. അതെന്ന് പറഞ്ഞാൽ എൻ്റെ ആ വീഡിയോ റെക്കോർഡൊന്നും നിന്നു. ഇപ്പോൾ ഞാൻ വേറെ എടുക്കണതാണ്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഗോൾഡൊക്കെ ഇരിക്കുന്നത് ഒരു സ്കെലട്ടണൊക്കെ ഇതിൻ്റെ പിക്കാക്സും പൊട്ടി. നമുക്ക് അടുത്ത ഇതിൽ കേവൊക്കെ കയറി നോക്കണം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ മൈനിങ് ഏരിയ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഇത് റെക്കോർഡ് ഓഫ് ആണോ? അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.